എല്ലാവർക്കും നമസ്കാരം. ഞാനേ ഇന്ന് ഒരു സ്ഥലം വരെ പോകാം. വേറെ ഒന്നുമല്ല, എൻ്റെ ചെറിയമ്മയുടെ മകളുടെ കുട്ടിയുടെ പിറന്നാളാണെന്ന്. അപ്പോൾ എന്തായാലും ഒരു ഗിഫ്റ്റ് വാങ്ങണം. കുട്ടിയെന്ന് വെച്ചാൽ 1 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങാമെന്നുള്ള എന്തെങ്കിലും കൊടുക്കണ്ടേ, പിറന്നാളായിട്ട് പോലെ. അപ്പോൾ എനിക്കറിയാം, നമ്മുടെ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് നമുക്ക് ഹോൾസെയിൽ വിലയിൽ കിട്ടുന്നത് പുത്തമ്പള്ളിയുടെ അവിടെയാണ്. ഞാൻ ഇപ്പോൾ പുത്തമ്പള്ളിയുടെ അവിടേക്ക് പോണേ. ഇതാ നമ്മളങ്ങനെ കട എത്താറായിട്ടാണ്. കടയിലേറി സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി. കണ്ടമാനം ഗിഫ്റ്റുകൾ ഇവിടെ ഇരിക്കുക. ഏതാ കൊടുക്കുക? കാരണം 1 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയല്ലേ, നേരത്തെ എഴഞ്ഞു തുടങ്ങിയിട്ടില്ല, ആ പ്രായമായിരിക്കും. അപ്പോൾ അവരെ ആകർഷിക്കുന്ന രീതിയിൽ കിടന്ന് കരയുമ്പോൾ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കണം. ഞാൻ അയാളോട് ചോദിച്ചു നോക്കാം. എൻ്റെ മനസ്സിൽ ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ പണ്ട് വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റാണ്, അത് ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് അറിയില്ല. എന്നാലും ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം. ഇയാളെ കാക്ടസ് ഉണ്ട് അവിടെ, കാക്ടസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. ഇവാ ഇത് നോക്കി ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരുത്. ഹലോ ഇവാ ഇത് തന്നെയാണ്, ഇത് തന്നെയാണ് കേട്ടോ അല്ലേ. ഇത് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് വാങ്ങാം, അത് നല്ലത് അല്ലേ. അതങ്ങനെ പാക്ക് ചെയ്ത് കേട്ടോ, പാക്ക് ചെയ്ത് ഇനി അതൊരു പെട്ടിയിലാക്കാം, നമുക്ക് കൊടുക്കാം. എന്തായാലും കുട്ടിക്ക് ഇഷ്ടപ്പെടും. ഹാപ്പി ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയുള്ള നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണത്. കാക്ടക്സിൻ്റെ വാങ്ങി, സിംഗിൾ ഡോൾ വാങ്ങി. ഇപ്പം ഞാൻ വീട്ടിലെത്തി അത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യണമെങ്കിൽ സുനിതയോട് പറയാം. ഇവിടെ സുനിത ഇവിടെ പിറന്നാളിന് പോകാൻ ഒരുങ്ങിയിട്ട് തന്നെ നിൽക്കണം. അതായത് മേക്കപ്പ് കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായിക്കോട്ടെ, എന്തായാലും കാണാം, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഉറയിലേക്ക് ഇട്ടിട്ട് നമുക്കത് പതുക്കിനെ പാക്ക് ചെയ്യാം. ഇട്ടോളൂ. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നേരിട്ട് ഒല്ലുഗ്രൻ്റെ തറവാടാണേ. തറവാട്ടിൽ അമ്മയുണ്ട്, അതുപോലെ തന്നെ പെങ്ങളുടെ മോൻ കാത്തുനിൽക്കുന്നുണ്ട്, അമ്മായി കാത്തുനിൽക്കുന്നുണ്ട്. അവരെയും കൂടി കൂട്ടിയിട്ട് വേണം ഈ പിറന്നാൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. നമ്മളങ്ങനെ കുറച്ച് ഡ്രൈവിങ്ങിന് ശേഷം ഇതാ പട്ടിക്കാടുള്ള ആ വീട്ടിലെത്തിയിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറിയത് അമ്മയും അതുപോലെ തന്നെ പെങ്ങളുടെ മോനും അമ്മായിയൊക്കെ ഇതേ ഇങ്ങനെ കയറുന്നുണ്ട്. അതാ നിൽക്കുന്നതാണ് എൻ്റെ ചെറിയമ്മയുടെ മോളുടെ പേരാണ് ഉമയുടെ കുട്ടിയുടെ പേര്. ഇതാണ് ഉമയുടെ കയ്യിലാണ് കുട്ടി ഇരിക്കുന്നത്. ഒരു കുട്ടിയുടെ പേരാണ് കേട്ടോ, ശ്രീതിക എന്നാണ് ഈ കുട്ടിയുടെ പേര്. കുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ശ്രീതിക. ഇത് ശ്രീതികയുടെ ചേച്ചി ശ്രീനിധി കേട്ടോ. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് അറിയേണ്ടതെന്ന് അറിയോ, ഈ ഗിഫ്റ്റ് കാണുമ്പോൾ കുട്ടിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയണം. അതെനിക്ക് വളരെ ആങ്സൈറ്റി ഉണ്ട്. എന്തായാലും ആ കുട്ടിയുടെ പ്രതികരണത്തിലേക്ക് പോവാം. എന്നിട്ട് ഞാൻ ഗിഫ്റ്റിൻ്റെ റേറ്റ് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. തിരിച്ചെക്കോ, എടുക്കോ. ഹായ്, നോക്കോ, എടുക്കോ. ഹലോ പറയോ. ഹായ്. എന്തിനു പേടിക്കണേ? ഹലോ ഹാപ്പി ബർത്ത്ഡേ പറയും. ശ്രീതിയുടെ പ്രതികരണം നിൽക്കാൻ പറ്റിയില്ല. കാരണം എന്താ അറിയോ, ഇത് കണ്ടു ആദ്യം കുറച്ച് നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടി പേടിച്ച് കരഞ്ഞു. ഉടനെ ശ്രീതിയുടെ അമ്മ കുട്ടിയെ കൊണ്ടുപോയി. എന്തായാലും അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഇതിൻ്റെ ഒപ്പം തന്നെ കളിക്കണത്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ കിടക്കല്ലേ, ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഈ സാധനം ആദ്യം ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ് ഇറങ്ങിയത്. അന്ന് ഞാൻ ഈ സാധനം വാങ്ങിയിട്ടുണ്ട്. അന്ന് ഓൺലൈനിലാണ് ഈ ഗിഫ്റ്റ് വന്നിരുന്നത്. അപ്പോൾ അന്ന് ഇതിൻ്റെ വില 1000-1200 രൂപയൊക്കെ വിലയുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സത്യത്തിൽ അവിടെ ചെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്, ഞാനത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു, ഇത് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു 800 രൂപയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. കാരണം 1.5 വർഷം കഴിഞ്ഞല്ലോ. എന്തായാലും ആൾക്കാരൊക്കെ വാങ്ങിയത് ഇങ്ങനെ റേറ്റ് ഇങ്ങനെ കുറയും നമുക്കറിയാം, സ്വാഭാവികമാണത്. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ സംഗതി വെറും 350 രൂപ ഈ സാധനത്തിന് വാങ്ങിയുള്ളവർ. 2 എടുക്കുകയാണെങ്കിൽ 250 തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം തന്നെ വാങ്ങിയുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് പറ്റിയൊരു ഗിഫ്റ്റാണ്. കാരണം അവരുടെ പക്ഷേ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ലേ അവർ പല ശബ്ദങ്ങളുണ്ടാക്കും. ഇതിങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ പല പല ശബ്ദങ്ങളുണ്ടാക്കുമ്പോൾ അതേ ശബ്ദം പ്രതികരിക്കും, അതേ ശബ്ദത്തിൽ റിട്ടേൺ വരില്ലേ, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ.
ഇപ്പോൾ ശ്രീനിധി ഇപ്പോൾ പോയതൊന്നല്ലട്ടോ, ആദ്യമായിട്ട് ഇത്രയും ആളുകളുടെ ഇടയിൽ ഇത് കാണുമ്പോൾ ഒരു പകപ്പുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇത് വാങ്ങിയിട്ടുള്ള കുട്ടികൾ ഹാപ്പിയാണെന്നുള്ള കാര്യം ഒരു സംശയം വേണ്ട. അപ്പോൾ വാങ്ങി കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഗിഫ്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് ഡ്രോപ്പാണ് ഈ സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞാൽ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രൈസ്, ഇത്രയൊക്കെ വലിയൊരു വേരിയേഷൻ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. ഒരു രസം, കാരണം ചെറിയൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആസ്വദിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണേ. ഓക്കെ, താങ്ക് യു.